വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ 4 പേർ ചികിത്സയിൽ തുടരുന്നു. 2 പേരുടെ നില ഗുരുതരമാണ്. പെരിന്തൽമണ്ണയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, തൃപ്തികരമായൊരു വാർത്ത പുറത്തു വരുമ്പോഴും അവിടെ ബാക്കിയുള്ളവരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ അവരുടെ ആരോഗ്യനിലയിലെ സ്ഥിതി എന്താണ്? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് 3 പേർ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ ഇവരുടെ ആരോഗ്യസ്ഥിതിയിൽ 3 പേരുടെ നേരിയ പുരോഗതി ഉണ്ട് എന്നൊരു വിലയിരുത്തലാണ് മെഡിക്കൽ ബോർഡിൻ്റേത് ഉള്ളത്. പക്ഷെ കാര്യം മാത്രമല്ല, എങ്കിലും നിലവിൽ വന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു പുരോഗതി ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ അപകടത്തിൽ മരിച്ച സാജിദയുടെ മകൻ ഷഹദീൻ 10 വയസ്സുകാരനാണ്. ഷഹദീന്റെ ആരോഗ്യനിലയിൽ ഇതിൽ അവർ പറയുന്നത് അരയ്ക്ക് കീഴെ, അതിൽ കാലുകളെല്ലാം തന്നെ ഒരു ചലനശേഷി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. കൂടുതൽ പരിശോധനകളെല്ലാം ഈ കാര്യത്തിലെല്ലാം തന്നെ ആവശ്യമാണ് എന്നതാണ് ഡോക്ടർമാരുടെ സംഘം പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് വാൻ ഡ്രൈവർ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് ഫായിസ് 22 വയസ്സുകാരനാണ്. ഫായിസിന്റെ ഒരു ആരോഗ്യനിലയിലും കഴിഞ്ഞ ദിവസങ്ങളെക്കാളും അല്പമാത്രം ഒരു പുരോഗതി ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഗവൺമെന്റ് LP സ്കൂളിലെ അപകടത്തിലുണ്ടായിരുന്ന അധ്യാപികമാരുണ്ടായിരുന്ന ഗവൺമെന്റ് LP സ്കൂൾ, പാങ്ങ് ഗവൺമെന്റ് LP സ്കൂളിലെ ബസ് ഡ്രൈവറുണ്ട് നൌഷാദിന്റെ വാരിയലുകൾ ഒടിഞ്ഞ് ആന്തരിക രക്തസ്രാവമുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ആരോഗ്യനിലയിൽ കൊണ്ടുവന്നതിനേക്കാളും ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ കൂടുതൽ വിദഗ്ധ ചികിത്സകളും നിരീക്ഷണവും എല്ലാം തന്നെ ഇവരുടെ കാര്യത്തിൽ ആവശ്യമാണ്. 48 മണിക്കൂറാണ് ഇന്നലെ ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരുന്നത്. അത് നാളെയോടുകൂടിയായിരിക്കും അത് കൃത്യമായ രീതിയിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് വരുന്നത്. നേരത്തെ ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്ന കുട്ടി, ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കുട്ടിയെ, അവരെ ആരോഗ്യനില കുട്ടിയുടെ തൃപ്തികരമായതുകൊണ്ട് കുട്ടിയെ നാട്ടിലുള്ള കോട്ടക്കലിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ചൂട് 40 ഡിഗ്രി കടന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും വ്യക്തമാക്കി. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, അതിശക്തമായ ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങരുത് എന്ന് പറയുമ്പോഴും അപ്പോഴും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് 2 മണി തൊട്ട് 3 മണി വരെയുള്ള സമയങ്ങളിലൊന്നും പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതൊക്കെ അസാധ്യമായ കാര്യമായിരിക്കും. അപ്പോൾ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത്. ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിലവിലെ ചൂട് അതേത് രീതിയിലാണ് ഇപ്പോഴുള്ളത്? അനുശ്രീ, വരുന്ന ദിവസങ്ങളിലടക്കം ചൂട് കൂടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 39 ഡിഗ്രി വരെ ഇപ്പോൾ താപനില ഉയരുമെന്നാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെ പോകുന്നുണ്ട്. പക്ഷേ അതിൽ മറ്റ് ജില്ലകളിലും, കൊല്ലമടക്കമുള്ള ജില്ലകളിലടക്കം ഇപ്പോൾ 37-39 ഡിഗ്രി വരെ സെൽഷ്യസ് കഴിഞ്ഞ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും, ഇന്നടക്കമുള്ള ദിവസങ്ങളിലും ആ താപനില തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മാത്രമല്ല യെല്ലോ അലേർട്ട് അടക്കം, അതായത് താപനില ഉയർന്നതിൻ്റെ യെല്ലോ അലേർട്ടിലേക്ക് അടക്കം 12 ജില്ലകളിൽ എത്തിയിട്ടുണ്ട്. 2 ജില്ലകളിൽ മാത്രമാണ് ആശ്വസിക്കാൻ കഴിയുന്നൊരു സാഹചര്യമുള്ളത്, വയനാടും ഇടുക്കിയിലും മാത്രം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. എന്തിനായാലും മറ്റ് ജില്ലകളിലെല്ലാം ഈ ഒരു സൂര്യാഘാതത്തിൻ്റെ സാധ്യതയടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതല്ല, ഈ ഒരു നമ്മുടെ ആശുപത്രികളിലടക്കം, അതായത് മെഡിക്കൽ കോളേജിലടക്കം ഇപ്പോൾ ഹീറ്റ് ക്ലിനിക്കുകളും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.